സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ജിയാൻ എന്ന് പറയുന്ന ഒരു പയ്യനെയും അവന്റെ അമ്മയെയും അച്ഛനെയുമാണ്. ജിയാന്റെ ചേച്ചിയായിട്ടുള്ള താരയെക്കുറിച്ചൊക്കെ ഇവര് സംസാരിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കുടുംബത്തിന്റെ കാറിന് നേരെ പെട്ടെന്ന് ചുവന്ന ഒരു കാർ വന്ന് ഇടിക്കുകയാണ്. ആ ഒരു സീൻ അപ്പൊ തന്നെ കട്ടാവുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ഷോപ്പിംഗ് മോളിലെ ടോയ് ഷോപ്പാണ്. ഈ ഒരു ടോയ് ഷോപ്പിന്റെ മാനേജറാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള ടാര. ഷോപ്പിൽ ഇപ്പോ ബോബി എന്ന് പറയുന്ന ഒരു ഡോള് വന്നിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും ഇപ്പൊ ഇതിനെ മതി. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച് സംസാരിക്കും. താരയുടെ കൊളീഗും ഫ്രണ്ടുമായിട്ടുള്ള റിറിയാണ് ഇപ്പൊ നമ്മൾ അവളുടെ അടുത്ത് കാണുന്നത്. അപ്പോഴാണ് താര ഒരാള് ഈ ഒരു ടോയ് ഷോപ്പിൽ വന്നിട്ട് നിന്ന് പരുങ്ങുന്നത് കാണുന്നത്. താര അയാളുടെ അടുത്തേക്ക് പോകുന്നു. അവന്റെ പേര് ആര്യൻ എന്നായിരുന്നു. താര ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് സാർ? അപ്പൊ അയാൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഒരാളെ കാണാൻ വന്നതാണ്. സംഭവം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. രണ്ടുപേരും അഭിനയിച്ചതാണ്. പുതുതായിട്ട് ഷോപ്പിൽ വന്നിട്ടുള്ള ആ ഒരു ബോബി എന്ന് പറയുന്ന ഡോളിനെ ഇപ്പൊ നമ്മുടെ ആര്യം കാണുന്നുണ്ട്. ഇത് കൊള്ളാലോ, നിന്റെ അനിയന് നമുക്കിത് മേടിച്ചു കൊടുത്താലോ? ഏയ് അത് വേണ്ട, അതിന് നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഈ ഒരു പാവ തിരിച്ച് സംസാരിക്കും എന്ന് കേട്ടപ്പോ ആര്യന് ഒരു സംശയം. അത് തീർക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇപ്പോ ആ പാവയുടെ അടുത്തേക്ക് പോകുന്നു. ബോബി എന്ന് പറയുന്ന ആ ഒരു പാവയെ പരിചയപ്പെട്ട ശേഷം നമ്മുടെ ആര്യനാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ജിയാന് നമുക്ക് മേടിച്ചു കൊടുക്കണം. ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന രീതിയിൽ നീ അവനത് കൊടുത്താൽ മതി. ഈ സമയം നമ്മുടെ ജിയാനാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലാണ്. അന്നത്തെ ആ ഒരു ആക്സിഡന്റില് അവന്റെ അച്ഛനും അമ്മയും മരിച്ചു. ഇപ്പൊ അവൻ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആകെ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുകയാണ്. അവന് കുറച്ചെങ്കിലും ആശ്വാസമാവുന്നത് താര അവനെ കാണാൻ പോകുമ്പോൾ മാത്രമാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഒക്കെ ചെയ്തതിനു ശേഷം ഇവര് ഒരു ഹോട്ടലിൽ പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിക്കുന്നു. അതിനുശേഷം വീട്ടിലെത്തിയപ്പോ ഈ ഒരു ബോബി എന്ന് പറയുന്ന പാവയെ താര തന്റെ അനിയന് സമ്മാനിക്കുകയാണ്. അത് കണ്ടപ്പോ തന്നെ അവന് ഒരുപാട് സന്തോഷമായി. ഇത് എന്റെ ഗിഫ്റ്റ് അല്ല കേട്ടോ, എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആര്യന്റേതാണ്. അത് കേട്ടപ്പോ തന്നെ നമ്മുടെ ജിയാന്റെ മുഖം മാറുന്നുണ്ട്. പിന്നീട് താരയും ആര്യനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ജിയാൻ ആണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. ഇങ്ങനൊരു ബോയ് ഫ്രണ്ട് ഉള്ള കാര്യമൊന്നും ജിയാനോട് ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വൈകിട്ട് ന്യൂ ഇയർ പാർട്ടി ഉണ്ട്, നമുക്ക് എന്തായാലും പോണം. ആര്യനെ അവിടെ വെച്ചിട്ട് നിനക്ക് പരിചയപ്പെടാം. ഇതൊക്കെ പറയുമ്പോഴും ജിയാന് നല്ല ദേഷ്യമുണ്ട്. എങ്ങാനും തന്റെ ചേച്ചി ആര്യനെ മാത്രം സ്നേഹിക്കുമോ, എന്നോടുള്ള സ്നേഹമൊക്കെ ഇല്ലാതാകുമോ എന്നൊക്കെയാണ് ജിയാന്റെ മനസ്സിൽ. അങ്ങനെ വൈകിട്ടായപ്പോ താരയും റിറിയും പിന്നെ നമ്മുടെ ജിയാനും ആ ബോബി എന്ന് പറയുന്ന പാവയും കൂടി ചേർന്നിട്ട് ന്യൂ ഇയർ പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ആര്യനാകട്ടെ താരയെ കണ്ടപാടെ ഒരു മുത്തം കൊടുക്കുന്നു. ഇത് കാണുമ്പോ തന്നെ ജിയാന് നല്ല രീതിയിൽ കുരുപൊട്ടുന്നുണ്ട്. താര അങ്ങനെ ആര്യനെ ജിയാന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ബോബി എന്ന് പറയുന്ന പാവയെ നിനക്ക് മേടിച്ചു തന്നത് ആര്യനാണ്, ഒരു താങ്ക്സ് ഒക്കെ നീ പറ. ജിയാൻ അങ്ങനെ മനസ്സിലെ മനസ്സോടെയാണെന്നുണ്ടെങ്കിലും താങ്ക്സ് ഒക്കെ പറയുന്നു. നിങ്ങൾ എന്തായാലും സംസാരിച്ചിരിക്കെ, ഞാനും ജിയാനും അപ്പുറത്തുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ജിയാനെ റിറി കൂട്ടിക്കൊണ്ടു പോകുന്നു. മറുവശത്ത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു റൊമാൻറ്റിക് സീൻ അരങ്ങേറുകയാണ്. അതായത് നമ്മുടെ ആര്യനാകട്ടെ ഇപ്പൊ താരയെ ഒരു മോതിരൊക്കെ കൊടുത്തിട്ട് പ്രപ്പോസ് ചെയ്യുന്നു. താരയ്ക്കും ആര്യനെ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോഴത് ഒഫീഷ്യലായി എന്ന് മാത്രം. രണ്ടുപേരും മാത്രം പങ്കെടുത്ത ആ ഒരു മോതിരമാറ്റത്തിനൊടുവിൽ ഒരു മുത്തം കൂടി നമ്മുടെ ആര്യൻ താരയ്ക്ക് സമ്മാനിക്കുന്നു. അതിനുശേഷം താര പറയുന്നുണ്ട് ആര്യനോട്, ഇതെന്തായാലും എന്റെ അനിയനോട് ഇപ്പൊ തന്നെ നമുക്ക് പറയണം, അവന് ഒരുപാട് സന്തോഷമാകും. പക്ഷെ റിറിയുടെ അടുത്തേക്ക് ഇവര് പോയി നോക്കുമ്പോൾ അനിയനായിട്ടുള്ള ജിയാനെ കാണാനില്ല. ജിയാൻ അപ്പോ ഒരു ലിഫ്റ്റിൽ കയറി ഏറ്റവും മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത്. ഇവളും മറ്റൊരു ലിഫ്റ്റിൽ കയറിയിട്ട് മുകളിലത്തെ നിലയിലേക്ക് എത്തുന്നു. അവിടെയായിട്ട് ഈ ഒരു ബോബി എന്ന് പറയുന്ന പാവ ചുമ്മാ ഇരിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ താരയ്ക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അവൾ അങ്ങനെ ഏറ്റവും മുകളിലത്തെ നിലയിലെത്തി നോക്കുമ്പോ ജിയാൻ താഴേക്ക് ചാടാനായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ഇവിടെ ഒരാള് മരിക്കാൻ കിടക്കുന്നു. മറ്റേ സൈഡിലാണെന്നുണ്ടെങ്കിൽ എല്ലാ എണ്ണവും ന്യൂ ഇയർ ആഘോഷത്തിന്റെ കൗണ്ട് ഡൗൺ ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് പുതുവർഷം പിറന്നപ്പോ തന്നെ ജിയാൻ താഴേക്ക് എടുത്ത് ചാടി. അതോടുകൂടിയിട്ട് ജിയാൻ മരണപ്പെടുന്നു. ഒന്നാമത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടുള്ള ആ ഒരു ഷോക്ക് ഇതുവരെ താരയ്ക്ക് മാറിയിട്ടില്ല. അപ്പോഴാണ് ആകെ ബാക്കിയുള്ള തന്റെ അനിയനും ഇപ്പോ ഇല്ലാതായത്. തന്റെ അനിയനോട് അവസാനമായിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ. ആത്മാക്കളോട് എങ്ങനെയാണ് സംസാരിക്കുക എന്നൊക്കെ നല്ല രീതിയിൽ ഇപ്പൊ താര സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് പോകുന്നു. ഈ ഒരു മന്ത്രവാദിയാകട്ടെ ബോബി എന്ന് പറയുന്ന ആ ഒരു പാവയുണ്ടല്ലോ, ആ പാവയിലേക്ക് മരിച്ചു പോയിട്ടുള്ള ജിയാന്റെ ആത്മാവിനെ താൽക്കാലികമായിട്ട് ആക്കിത്തരാമെന്ന് പറയുന്നു. താരയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അനിയന്റെ ആത്മാവിനോട് പറഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും തിരിച്ച് ഈ ഒരു പാവയിൽ നിന്നും ജിയാന്റെ ആത്മാവിനെ വേർപെടുത്താമെന്നും ഈ മന്ത്രവാദി ഉറപ്പു കൊടുക്കുന്നു. ഇനി മുതൽ ഈ ഒരു പാവയില് നിന്റെ അനിയന്റെ ആത്മാവ് ഉണ്ടായിരിക്കും. നിന്റെ അനിയനെ നീ എങ്ങനെയാണോ പരിപാലിച്ചത് അല്ലെങ്കിൽ സ്നേഹിച്ചത്, അതുപോലെ തന്നെ ഈ ഒരു പാവയും സ്നേഹിക്കുക. താരയ്ക്ക് മാസങ്ങളായിട്ട് ആര്യനുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. ഇപ്പോ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം ബോബി എന്ന് പറയുന്ന ആ ഒരു പാവയും. ആര്യനപ്പോ ഇവളുടെ കൈ ശ്രദ്ധിക്കുന്നുണ്ട്. അതില് അന്ന് ഇവൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്ന ആ റിങ്ങില്ല.
കുളിക്കാൻ നേരത്ത് അഴിച്ചു വെച്ചതാണെന്നാണ് ഇപ്പൊ അവള് പറയുന്നത്. എന്തോ ഒരു മീറ്റിംഗിന്റെ ആവശ്യത്തിനായിട്ട് പുറത്തു പോവുകയാണ് ആര്യൻ. മുൻപത്തെ റിലേഷനിൽ ആര്യന് ഒരു കുട്ടിയുണ്ട്. അവളുടെ പേരാണ് മിക്ക. ബോബി എന്ന് പറയുന്ന ഈ ഒരു പാവയെ നമ്മുടെ താരയാകട്ടെ മിക്കയ്ക്ക് പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം മിക്കയും താരയും കൂടി ചേർന്നിട്ട് എന്തൊക്കെയോ കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പാവയാണെന്നുണ്ടെങ്കിൽ ജീവൻ വെച്ചിട്ട് വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് മിക്കയെ നോക്കുന്നു. അതായത് ജിയാന്റെ ആത്മാവ് ആ ഒരു പാവയ്ക്കുള്ളിലുണ്ട്. തന്റെ ചേച്ചി മിക്കയോട് വളരെ സ്നേഹത്തിലൊക്കെ ഇടപഴകുന്നത് ഒട്ടും തന്നെ ജിയാന്റെ ആത്മാവിന് പിടിക്കുന്നില്ല. ജിയയും മിക്കയും സംസാരിക്കുന്നതൊക്കെ തന്നെ ഈ ഒരു പാവ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അതിനുശേഷം താരയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പാവയുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. ജിയാൻ, നീ ഇതിനുള്ളിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചതാ, എനിക്ക് നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവള് കരഞ്ഞോണ്ടിരിക്കുമ്പോ ഈ ഒരു പാവയാണെന്നുണ്ടെങ്കിൽ തനിയെ സംസാരിക്കാൻ തുടങ്ങി. അത് ജിയാന്റെ ആത്മാവാണെന്ന് താരയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. അന്ന് നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ചേച്ചി, ഇനി കുഴപ്പമില്ലല്ലോ, ഞാൻ ചേച്ചിയുടെ കൂടെ എന്നും ഉണ്ടാകും എന്നൊക്കെയാണ് ഇപ്പൊ ജിയാന്റെ ആത്മാവ് പറയുന്നത്. താരയും ആര്യനുമായിട്ടുള്ള വിവാഹകാര്യം ഇപ്പൊ താര ഈ ഒരു ആത്മാവിനോട് പറയുന്നുണ്ട്. അത് കേട്ടപ്പോ തന്നെ ജിയാന്റെ ആത്മാവ് ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ ആയിട്ടും ചേച്ചിക്ക് ആര്യന് തന്നെ കല്യാണം കഴിക്കണോ? വേണം, നിന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് വേണം എല്ലാം നടക്കാനായിട്ട് എന്നിപ്പോ താര പറയുകയാണ്. അങ്ങനെ അതിനുശേഷം താരയാകട്ടെ ഇപ്പോ വീണ്ടും ആ റിങ് കയ്യിലിട്ടിട്ട് ഒരു ഫോട്ടോ ആര്യന് അയച്ചു കൊടുക്കുന്നു. ഇത് കണ്ട ആര്യന് ഒരുപാട് സന്തോഷമായി. പക്ഷെ പാവയിലുള്ള ജിയാന്റെ ആത്മാവിന് നല്ല രീതിയിൽ കുരുപൊട്ടുന്നു. അടുത്ത ദിവസം തന്നെ ഈ ഒരു പാവയുമായിട്ട് നമ്മുടെ താര ആര്യന്റെ വീട്ടിലേക്ക് എത്തി. അവിടെ അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള റീറിയും ഉണ്ടായിരുന്നു. ഇവര് 3 പേരും കൂടി ചേർന്നിട്ടാണ് ഇപ്പോ വെഡിങ് ഡ്രസ്സും മറ്റൊക്കെ നോക്കാനായിട്ട് ഒരു ഷോപ്പിലേക്ക് പോകുന്നത്. ഈ സമയമെല്ലാം തന്നെ മിക്കിയുടെ കയ്യിലാണ് പാവ. ഇതിനുള്ളില് ജിയാന്റെ ആത്മാവാണെന്ന് മിക്കിയോടും അതുപോലെ തന്നെ റീറിയോടും ആരോടും തന്നെ താര പറഞ്ഞിട്ടില്ല. റീറിയും താരയും ഇപ്പോൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പാവയാകട്ടെ മിക്കിയുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. എനിക്ക് സംസാരിക്കാൻ മാത്രമല്ല നടക്കാനും കഴിയും, ഡാൻസ് കളിക്കാൻ കഴിയും, ഒക്കെ കഴിയും. അങ്ങനെ മിക്കയും പാവയും കൂടി ഇപ്പോ സാറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. നോക്കി നോക്കി പോയി ഇവളാണെന്നുണ്ടെങ്കിൽ സ്റ്റെയർ കേസിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ഒരു പാവ വന്നിട്ട് നമ്മുടെ പാവം മിക്കയെ ആ ഒരു സ്റ്റെയർ കേസിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയാണ്. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു പടിയിലായിട്ട് ഈ പാവയും ഇരിക്കുന്നു. ശബ്ദം കേട്ട് ബാക്കിയുള്ളവര് അങ്ങോട്ടേക്ക് ഓടിയെത്തി മിക്കയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുന്നു. സാരമായിട്ടുള്ള പരിക്കുകളാണ് ഉണ്ടായത്. ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു. ശേഷം വീട്ടിലെത്തി. ബിസിനസ് മീറ്റിംഗിൽ പോയിട്ടുണ്ടായിരുന്ന ആര്യനാകട്ടെ ഇപ്പൊ വീഡിയോ കോളിൽ ഇവരോട് സംസാരിക്കുന്നുണ്ട്. താരയും പാവയും ഒറ്റയ്ക്കായപ്പോ താര ചോദിക്കുന്നുണ്ട്, എന്താ ശരിക്കും സംഭവിച്ചത്? അവള് തനിയെ സ്റ്റെയർ കേസിൽ നിന്ന് വീഴാൻ പോയി. ഞാൻ ഓടിപ്പോയിട്ട് രക്ഷിക്കാൻ ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു പാവയാണെന്നുണ്ടെങ്കിൽ പൊട്ടി കരയാണ്. ഇത് കേട്ട താരയാകട്ടെ പാവയെ സമാധാനിപ്പിക്കുന്നു. രാത്രിയായപ്പോഴത്തേക്കും ആര്യൻ വീട്ടിലേക്ക് എത്തി. ഞാനൊരു സ്റ്റീം ബാത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ വരാൻ ചക്കരെ എന്നൊക്കെ പറഞ്ഞ് ഈ സ്റ്റീം ബാത്ത് നടത്താനായിട്ട് അവൻ റൂമിലേക്ക് കയറി. ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അടുക്കളപ്പണിയിൽ മുഴുകിയിരിക്കുന്ന ആ സമയത്ത് ഈ വൃത്തികെട്ട പാവയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റീം ബാത്തിന്റെ ടെമ്പറേച്ചർ നല്ല രീതിയിൽ അങ്ങോട്ട് കൂട്ടിയിടുകയാണ്. മാത്രമല്ല ഡോർ തുറക്കാതിരിക്കാനായിട്ട് അവിടെ ഒരു കസേരയും വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ടെമ്പറേച്ചർ കൂടിയ കാര്യം പാവം ആര്യന് മനസ്സിലായത്. അവൻ അങ്ങനെ ഡോർ തുറക്കാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷെ കഴിയുന്നില്ല. അവസാനം ആ ഡോറ് തല്ലിപ്പൊളിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി. നല്ല രീതിയിൽ അവന് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ശബ്ദം കേട്ടിട്ട് അടുക്കളയിൽ നിന്ന് വേലക്കാരിയും നമ്മുടെ താരയും ഒക്കെ ഓടിയെത്തി. വൃത്തികെട്ട പാവ അപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നീട് താരയോട് ഈ ഒരു പാവ പറയുന്നുണ്ട്, ഞാൻ ആര്യനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചതാണ്, പക്ഷെ എന്നെ കൊണ്ട് സാധിച്ചില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ ബോബി എന്ന് പറയുന്ന ഈ ഒരു പാവയെ മിക്കയെ ഏൽപ്പിക്കാനായിട്ടാണ് ഇപ്പൊ നമ്മുടെ താര വന്നിരിക്കുന്നത്. അവളാണെന്നുണ്ടെങ്കിൽ വീടിനോട് അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ഏറുമാടത്തിൽ കയറി ഇരിക്കുകയാണ്. താര എങ്ങനെ ഈ ഒരു പാവയെ മിക്കയെ ഏൽപ്പിച്ചിട്ട് അടുക്കളയിലേക്ക് ഭക്ഷണം എടുക്കാനായിട്ട് പോയി. ഈ തക്കത്തിന് പാവയുടെ സ്വഭാവം മാറി. മിക്കിയെയും ആ ഒരു ഏറുമാടത്തിൽ നിന്നും ഇപ്പൊ തള്ളി താഴെയിടാനായിട്ടാണ് ഇവൻ ശ്രമിക്കുന്നത്. ഏത് നിമിഷവും വീഴുമെന്ന രീതിയിൽ മിക്ക അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. പാവം മിക്കയുടെ കയ്യിലായിട്ട് ഈ പാവ ചവിട്ടാൻ തുടങ്ങി. എന്തോ ഭാഗ്യത്തിന് അപ്പോഴേക്കും നമ്മുടെ താര ഓടിയെത്തി. താഴേക്ക് വീഴുകയായിരുന്ന മിക്കയെ അപ്പൊ തന്നെ താര ക്യാച്ച് ചെയ്തു. മിക്കയുടെ 2 കൈകളിലായിട്ടും ചവിട്ടിയ പാടുകൾ കണ്ട താരയാകട്ടെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഇതെല്ലാം ചെയ്തത് ഈ പാവയുടെ പണിയാണ്. അങ്ങനെ ജിയാന്റെ ആത്മാവിനോട് സംസാരിക്കാനായിട്ട് അവൾ റൂമിലേക്ക് എത്തി. അപ്പോഴതാ ഈ പാവയാകട്ടെ സ്വയം തല ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് എന്നെ ഇഷ്ടമല്ല, മിക്കിയെയും ആര്യനെയും ഒക്കെയാണ് നിനക്ക് ഇഷ്ടം, നീ അവരെ
സ്നേഹിക്കാൻ പാടില്ല, എനിക്ക് പിന്നെ ആരാണ് ഉള്ളത് എന്നൊക്കെയാണ് ഈ ഒരു പാവ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നീ അവരെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ തീർത്ത് കളയും എന്ന് പറഞ്ഞോട് കൂടിയിട്ട് താര ആ ഒരു മുറി ലോക്ക് ചെയ്തിട്ട് വീണ്ടും ആ ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷെ അയാള് ഒരാഴ്ച കഴിഞ്ഞ് ഇനി തിരികെ എത്തുള്ളൂ എന്ന് പറയുമ്പോൾ റീറി എന്ന് പറയുന്ന കൂട്ടുകാരിയെ വിളിച്ചിട്ട് അവള് കാര്യം പറയുന്നു. ഈ സമയം ആര്യനും മിക്കയും ഒരു ലിഫ്റ്റിനുള്ളിലായിരുന്നു. റിറിയും താരയും വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ ആ ഒരു റൂമിനുള്ളില് പാവയുണ്ടായിരുന്നില്ല. അവർക്ക് ഉറപ്പായി അത് മിക്കിയെയും ആര്യനെയും ഉപദ്രവിക്കാനായിട്ട് പോയതാണെന്ന്. ആര്യനും മിക്കിയും കയറിയിട്ടുള്ള ലിഫ്റ്റ് കേടാക്കുകയാണ് ഇപ്പൊ പാവ ചെയ്യുന്നത്. വളരെ വേഗത്തില് ലിഫ്റ്റ് താഴേക്ക് നിലം പതിച്ചു. അതോടുകൂടിയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിലുള്ള പരിക്കുകൾ പറ്റി. ജിയാന്റെ ആത്മാവ് അടങ്ങിയിരിക്കുന്ന ആ ഒരു പാവ ഇത്രയും ക്രൂരനാണെന്ന് ഒരിക്കലും ടാര വിചാരിച്ചില്ല. ഉടൻ തന്നെ അവള് ആര്യനെ കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം തന്നെ നിനക്ക് അനിയൻ നഷ്ടപ്പെട്ടതിന്റെ ഷോക്കാണ്, നീ വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യ് എന്നാണ് അവൻ പറയുന്നത്. അതിനുശേഷം താരയാകട്ടെ ആ ഒരു മന്ത്രവാദിയെ വീണ്ടും വിളിക്കുന്നു. അയാൾ പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ ഇനി ആ ഒരു പാവയിൽ നിന്നും ആത്മാവിനെ വേർപെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഫോൺ വെച്ചതിന് ശേഷം മന്ത്രവാദിയായിട്ടുള്ള ജയ തിരിഞ്ഞു നോക്കുമ്പോ ആ ദുഷ്ടനായിട്ടുള്ള പാവ അങ്ങോട്ടേക്കും വന്നിട്ട് ഈ ഒരു മന്ത്രവാദിയെ തീർത്ത് കളയുന്നു. എന്തായാലും ഇന്ന് തന്നെ മന്ത്രവാദിയെ കാണണം എന്ന് വിചാരിച്ചിട്ട് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന ജയ എന്ന് പറയുന്ന മന്ത്രവാദിയാണ് ഇപ്പൊ നമ്മുടെ താരയ്ക്ക് കാണാനായി സാധിക്കുന്നത്. താര നേരെ പോയത് റിറിയുടെ അടുത്തേക്കാണ്. പാരാനോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്ന ദമ്പതികളായ ലാറാസിനെയും റെയ്നാഡിനെയും അതിനോടകം തന്നെ റിറി കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞതനുസരിച്ച് മരിച്ചു പോയിട്ടുള്ള ജിയാന്റെ കുഴിമാടത്തിൽ നിന്നും പാർട്സ് എടുക്കാനായിട്ട് പോവുകയാണ് റിറി. ഇതേ സമയം താര വീട്ടിലേക്കും പോയി. കാരണം മിക്കയും ആര്യനെയും ആ ഒരു പാവ ഉപദ്രവിക്കാനായിട്ട് വരുമല്ലോ. സെമിത്തേരിയിലേക്ക് പോകാനായിട്ട് നിന്നിരുന്ന റിറി ആകട്ടെ അടുക്കളയിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. പെട്ടെന്ന് ഈ ഒരു പാവ ഇവളുടെ കൈക്കിട്ട് നല്ലൊരു പണി കൊടുത്തു. ദേഷ്യം പിടിച്ച ഇവളാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ട് ഒരൊറ്റടി അതോടുകൂടിയിട്ട് ഈ ഒരു പാവ തെറിച്ചു പോയി. പക്ഷേ ഈ ദുഷ്ടപ്പാവ വീണ്ടും എഴുന്നേറ്റ് വന്നിട്ട് റിറിയെ ഉപദ്രവിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ ഒരു പാവയിൽ നിന്നും ജിയാന്റെ ആത്മാവിനെ വേർപെടുത്തുന്നത് എന്ന് ലാറാസും റെയ്നാഡും റിറിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോ വാട്സപ്പില് വോയിസ് ആയിട്ട് താരയ്ക്ക് അവള് അയക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ആ ദുഷ്ടപ്പാവ റിറിയെ കൊലപ്പെടുത്തി. താര വാട്സപ്പില് ആ ഒരു വോയിസ് തുറന്നു നോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ താര സഞ്ചരിച്ചിരുന്ന ആ കാറിന്റെ ടയർ പഞ്ചറായി. അല്ല, പഞ്ചറാക്കി. ടയറിലിപ്പോ ഒരു വലിയ കത്തി കുത്തിവെച്ച നിലയിലാണ്. തിരിഞ്ഞു നോക്കിയപ്പോ ആ ദുഷ്ടപാവ അവളുടെ തൊട്ടരികിലുണ്ട്. ചേച്ചിക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്നെ മാത്രം ചേച്ചി സ്നേഹിച്ചാൽ മതി. ആ മിക്കയും ആര്യനെയും എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ചേച്ചി ഇനിയും അവരുടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവരെ കൊന്നുകളയും. ഇത് കേട്ട് ഭയന്ന നമ്മുടെ താരയാണെന്നുണ്ടെങ്കിൽ ഈ പാവയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. അന്ന് ആ ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ച് ആര്യനും താരയും തമ്മിൽ ചുംബിക്കുന്നതൊക്കെ തന്നെ ജിയാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ മനം നൊന്ത് അല്ലെങ്കിൽ ചേച്ചി തന്നെ ഇനി സ്നേഹിക്കില്ല, ആര്യനോടായിരിക്കും കൂടുതൽ സ്നേഹം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത്. ഇനി ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാ മതി, അല്ലാന്നുണ്ടെങ്കിൽ മിക്കയെയും ആര്യനെയും ഞാൻ കൊന്നുകളയും. പേടിച്ച നമ്മുടെ താരയാണെന്നുണ്ടെങ്കിൽ ഞാൻ നീ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. അപ്പൊ തന്നെ ഈ ഒരു ദുഷ്ടപ്പാവ് പറയുന്നുണ്ട്, നിന്റെ കയ്യിലുള്ള ആ ഫോണ് എറിഞ്ഞുകള ഇപ്പൊ തന്നെ. ഭീഷണി ഭയന്ന താരയാകട്ടെ ആ ഒരു ഫോണ് എറിഞ്ഞു കളഞ്ഞു. റിറി അയച്ച ആ ഒരു വോയിസ് ഇതുവരെ താര കേട്ടിട്ടില്ല. അതായിരുന്നു ഈ ഒരു പാവയുടെയും ആവശ്യം. അന്ന് രാത്രി എത്രയൊക്കെ ശ്രമിച്ചിട്ടും താരയ്ക്ക് ഉറക്കം വരുന്നില്ല. രാവിലെ ആകുമ്പോഴത്തേക്കും ഈ ഒരു പാവ വന്നിട്ട് താരയോട് പറയുന്നുണ്ട്, ചേച്ചി എന്നെ ഒന്ന് കുളിപ്പിച്ചതാ, എന്റെ മുഖത്ത് മൊത്തം ചോരയാണ്, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഈ പാവയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി എത്ര നാളായി നമ്മൾ ഒരുമിച്ചിരുന്ന് TV കണ്ടിട്ട്. അങ്ങനെ രണ്ടും കൂടി TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആര്യം വരുന്നത്. കഥകിൽ മുട്ടുമ്പോൾ ഇവളാണെന്നുണ്ടെങ്കിൽ ഒരക്ഷരം മിണ്ടുന്നില്ല. കാരണം ആര്യനെ ഈ ഒരു പാവ തീർത്ത് കളയും. ഈ പാവയാണെന്നുണ്ടെങ്കിലും ഇവളോട് പറയുന്നുണ്ട്, നീ മിണ്ടാതിരുന്നോ, കുറച്ചു നേരം കഴിഞ്ഞിട്ടും നിന്റെ റിപ്ലൈ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ അവൻ പൊക്കോളും. സഹികെട്ട ആര്യനാണെന്നുണ്ടെങ്കിൽ പിന്നീട് നേരെ പോകുന്നത് മറ്റെങ്ങോട്ടുമല്ല റിറിയുടെ അടുത്തേക്കാണ്. റിറി മരിച്ചു കിടക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ ആര്യന് ഒരു സംശയം. അവൻ അവിടുത്തെ CCTV ഫുട്ടേജുകളൊക്കെ പരിശോധിച്ചു. ഈ ഒരു പാവയാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവന് മനസ്സിലായി. അന്ന് രാത്രി താര എഴുന്നേറ്റ് നോക്കുമ്പോൾ പാവയെ ഇപ്പൊ കട്ടില് കാണാനില്ല. അതെങ്ങോട്ടോ പോയിരിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആര്യൻ വന്നു. എന്നിട്ട് നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. റിറിയുടെ ഫോണുമായിട്ടാണ് ആര്യൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. ആ ഒരു വോയിസ് ഇപ്പൊ നമ്മുടെ താര കേട്ടു. പക്ഷേ പെട്ടെന്ന് തന്നെ ആ പാവ വാതിലും തുറന്ന് അകത്തേക്ക് വരികയാണ്. ഇത് കണ്ട് പേടിച്ച നമ്മുടെ താരയാണെന്നുണ്ടെങ്കിൽ ആര്യനെ അവിടെ ഉണ്ടായിരുന്ന ഒരു കർട്ടന് പുറകിലായിട്ട് ഒളിപ്പിച്ചു. ഈ പാവയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താരയോട് പറയുന്നുണ്ട്, ഞാനിവിടെ മൊത്തം മരിച്ചു പേർക്കായിരുന്നു, എങ്ങാനും ആ ഒരു ആര്യൻ ഇങ്ങോട്ടേക്ക് വന്നാലോ, അവനെ തീർത്ത് കളയണ്ടേ.
കത്തിയും പിടിച്ച് നടക്കാണ് ഈ ഒരു പാവ ഇപ്പോ. താര അപ്പ തന്നെ ഈ ഒരു പാവയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ മുടി ഒന്ന് വെട്ടിത്തരട്ടെ എന്ന്. പാവയ്ക്ക് സന്തോഷമായി. അങ്ങനെ താര മുടി വെട്ട് തുടങ്ങി. അതിൽ ഈ പാവയുടെ കുറച്ച് മുടി അവൾ എടുത്തിട്ട് പോക്കറ്റിൽ വെക്കുന്നുണ്ട്. കർട്ടന് പുറകിലായിട്ട് എന്തോ അനക്കം കേട്ട പാവയാകട്ടെ കത്തിയെടുത്ത് ഒരു ഒറ്റയേറ്. പാവം നമ്മുടെ ആര്യന് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആര്യനും താരയും കൂടി ചേർന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ഈ പാവയുണ്ടോ വിടുന്ന്. ഫൈറ്റിനിടയിൽ താരയുടെ കൈയിനും പരിക്കേറ്റു. ഇത് കണ്ടപ്പോൾ തന്നെ പാവയ്ക്കും ഒരുപാട് സങ്കടമായി. ഇതിനെല്ലാം കാരണം ഇവനാണ് എന്നും പറഞ്ഞുകൊണ്ട് ആര്യനെ തീർക്കാനായിട്ട് വീണ്ടും വരുന്നു. ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ആര്യനെ ഈ ഒരു പാവയാണെന്നുണ്ടെങ്കിൽ താഴേക്കെടുത്ത് എറിയുകയാണ്. എന്തോ അവന്റെ ഭാഗ്യത്തിന് സത്തില്ല. താര അപ്പൊ തന്നെ ഒരു ആംബുലൻസ് വിളിച്ചു. എന്നിട്ട് റീറിയുടെ വീട്ടിലേക്ക് അവൾ പോവുകയാണ്. റീറിയുടെ വീട്ടിലുള്ള ഒരു വാർഡ്രോബിലായിട്ട് ഹോളി വാട്ടർ ഉണ്ട്. ആ ഒരു വാട്ടറും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാവയുടെ മുടിയും പിന്നെ ആ കുഴിമാടത്തിൽ നിന്ന് കിട്ടുന്ന ജിയാന്റെ പല്ലും ആ ഒരു ഹോളി വാട്ടറിൽ ഇടണം. ശേഷം ആ ഒരു പാവയെ കൊണ്ട് ഇത് കുടിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ശരീരത്തിൽ ആക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പാവയിൽ നിന്ന് ജിയാന്റെ ആത്മാവ് പോവുകയുള്ളൂ. ആദ്യം താര റിറിയുടെ വീട്ടിലേക്ക് പോയിട്ട് വാർഡ്രോബിൽ നിന്നും ഹോളി വാട്ടർ എടുത്തു. അതിനുശേഷം ഇപ്പൊ അവള് സെമിത്തേരിയിലേക്ക് എത്തി. ഈ സമയം മിക്കയുടെ വീട്ടിലെ വേലക്കാരനാണെന്നുണ്ടെങ്കിൽ പോലീസിനെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ദുഷ്ടപാവയാകട്ടെ പോലീസുകാരെയും തീർത്തു കളഞ്ഞു. ഈ സമയം ജിയാനെ കുഴിച്ചിട്ടിരിക്കുന്ന ആ ഒരു കുഴിമാടം തോണ്ടിയിട്ട് ഇപ്പോ അവന്റെ ഒരു പല്ല് താര എടുത്ത ശേഷം ആ ഒരു ഹോളി വാട്ടറിലേക്ക് ഇടുന്നു. അതിനുശേഷം നേരത്തെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മുടിയും അതിലേക്ക് ഇട്ടു. ഈ സമയം ദുഷ്ടപ്പാവയാണെന്നുണ്ടെങ്കിൽ മിക്കയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന വേലക്കാരനെയും വേലക്കാരിയെയും തീർത്തു കളഞ്ഞു. എന്നിട്ടിപ്പോ മിക്കയുടെ റൂമിലേക്ക് ഫുഡുമായിട്ട് എത്തിയിരിക്കുകയാണ് ഈ ഒരു ദുഷ്ടപ്പാവ. അന്ന് ആ ഒരു സ്റ്റെയർ കേസിൽ നിന്ന് വീണിട്ട് കാലിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റി കിടക്കുകയാണ് മിക്ക. അവക്ക് നല്ല രീതിയിൽ ഒന്ന് ഓടാൻ പോലും കഴിഞ്ഞില്ല. അവളുടെ കഥ കഴിഞ്ഞോ എന്തോ. അപ്പോഴേക്കും നമ്മുടെ താരയാകട്ടെ ഈ ഒരു വീട്ടിലേക്ക് എത്തി. വീടിനുള്ളിലാകെ ചോരപ്പാടുകളായിരുന്നു. പേടിച്ചരണ്ടാണ് ഓരോ മുറിയും താര തുറന്നു നോക്കുന്നത്. അങ്ങനെ ഒരു അലമാരയ്ക്കുള്ളിൽ നിന്ന് മിക്കയെ അവൾ കണ്ടെത്തി. പെട്ടെന്ന് ആ ഒരു ദുഷ്ടപ്പാവ ഇവരെ ആക്രമിക്കാനായിട്ട് വന്ന ആ നിമിഷം തന്നെ ഒരു ബാറ്റ് ഉപയോഗിച്ചിട്ട് അതിന്റെ ചള്ളക്കിട്ട് ഒരറ്റടി. അതോടുകൂടിയിട്ട് പാവ തെറിച്ച് താഴത്തെ നിലയിലെത്തി. ഓ എന്തൊരടിയാ എന്നെ അടിച്ചത്, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും എഴുന്നേറ്റ് വരികയാണ്. താരയും മിക്കയും ഈ ഒരു പാവയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇപ്പൊ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിക്കിടക്കുകയാണ്. അത് മനസ്സിലാക്കിയിട്ടുള്ള ഈ ഒരു പാവയാകട്ടെ ഇവർക്ക് നേരെ കത്തിക്കുത്ത് നടത്തുന്നു. ഒരുവിധം സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കരയ്ക്ക് കയറിയ ശേഷം താരയാകട്ടെ ആ ഒരു ഹോളി വാട്ടർ ഈ പാവയെ കൊണ്ട് കുടിപ്പിക്കാൻ നോക്കി. പക്ഷെ ദേഷ്യം പിടിച്ച ദുഷ്ടപാവ അത് സ്വിമ്മിംഗ് പൂളിലേക്ക് തട്ടിയിട്ടു. ചേച്ചിയും എന്നെ ഇല്ലാതാക്കാൻ നോക്കുവാണല്ലേ. ഇപ്പൊ താര പറഞ്ഞു, നീ ഇത്രയും ക്രൂരനാവരുത്. പണ്ടൊക്കെ നീ എത്ര നല്ലവനായിരുന്നു. എനിക്കെന്റെ പഴയ ജിയാനെയാണ് ആവശ്യം. നിന്റെ ഉള്ളിൽ ഇപ്പൊ മൊത്തം നെഗറ്റീവ് എനർജിയാണ്. ചേച്ചി ഓർത്ത് നീ മിക്കയെ ഒന്നും ചെയ്യരുത്. അതൊന്നും പറഞ്ഞാ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ദുഷ്ടപ്പാവ വീണ്ടും മിക്കയെ ആക്രമിക്കാനായിട്ട് പോവുകയാണ്. ഇത് കണ്ട് ദേഷ്യം പിടിച്ച താരയാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ലാമ്പ് ഉപയോഗിച്ചിട്ട് ഒറ്റടി. അതോടുകൂടി പാവ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക്. നേരത്തെ ആ ഒരു ഹോളി വാട്ടർ ആണെന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ മൊത്തം പടർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പാവയുടെ കഥ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആര്യനും മിക്കയും ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താര ഈ പാവയെ ഒരു വലിയ ബോക്സിലാക്കിയിട്ട് പാരാനോർമൽ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ലാറാസിനെയും റേനാഡിനെയും കാണാനായിട്ട് വന്നിരിക്കുകയാണ്. നിനക്ക് അവസാനമായിട്ട് ജിയാന്റെ ആത്മാവിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ലാറാസും റേനാഡും മാറി നിന്നു. അപ്പൊ താര തന്റെ കുഞ്ഞനിയന്റെ ആത്മാവിനോട് ശാന്തിയോടുകൂടി മടങ്ങാനായിട്ട് പറയുന്നു. ശേഷം ലാറാസും റേനാഡും കൂടി ചേർന്നിട്ട് അവരുടെ നിലവറയിൽ ഈ ഒരു പാവയെ സൂക്ഷിക്കുന്നു. ഭദ്രമായിട്ട് അത് ലോക്ക് ചെയ്യുകയും ചെയ്തു. ആ ഒരു പാവയിൽ നിന്നും പൂർണ്ണമായിട്ടും നിങ്ങളുടെ അനിയൻ പോയിട്ടുണ്ടാവില്ല. നിങ്ങൾ അവനെ എത്രത്തോളം ഓർക്കുന്നുവോ അത്രത്തോളം നിങ്ങളെ ചുറ്റിപ്പറ്റി അവനുണ്ടാകും. പിന്നീട് താര പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്, ആര്യന്റെ അടുത്തേക്ക്. ആര്യന്റെ കയ്യിൽ ഒരു ഫോട്ടോ അവൾ കൊടുക്കുന്നു. അതിൽ ഒരു കാറിൽ ചാരി നിൽക്കുകയാണ് മിക്കയും ആര്യനും. അന്ന് രാത്രി താരയുടെ അച്ഛനെയും അമ്മയെയും അനിയനെയും ഇടിച്ച ആ ഒരു കാറ് മറ്റാരുടെയുമല്ല ആര്യന്റേതായിരുന്നു. മിക്കയുടെ തൊണ്ടയിൽ എന്തോ ഒരു ഭക്ഷണ സാധനം കുടുങ്ങിയിട്ട് വളരെ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അത് സംഭവിച്ചത്. മിക്കയെ അഡ്മിറ്റ് ചെയ്ത അതേ ഹോസ്പിറ്റലിലേക്കായിരുന്നു ആ ഒരു മാതാപിതാക്കളെയും ജിയാനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. വിഷമിച്ച് കരയുന്ന താരയെ അവൻ അവിടെ നിന്നും കണ്ടു. കോടതി വിധി വന്നപ്പോ ആര്യനെ വെറുതെ വിട്ടു. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ താരയ്ക്കും കിട്ടി. പക്ഷെ അതിനു പുറമെ ഇവർക്ക് താമസിക്കാനുള്ള വീടും നല്ലൊരു ജോലിയും ഒക്കെ തന്നെ താര അറിയാതെ ആര്യൻ കൊടുത്തതായിരുന്നു. എനിക്കിപ്പോ നിന്റെ മുഖം കാണുമ്പോ എന്റെ മാതാപിതാക്കളുടെ മരണവും അനിയനെയും ഒക്കെയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് നമുക്ക് പിരിയാം. അന്ന് ആര്യൻ അവളുടെ കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന മോതിരം അവിടെ വെച്ചതിന് ശേഷമാണ് ഇപ്പൊ നമ്മുടെ താര പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. എന്നിട്ട് മിക്കിയെ പോയി കാണുകയും ചെയ്തു. മിക്കിയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. താര ആ ഒരു വീട്ടിൽ നിന്നും മാറി ഇപ്പോ ഒരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുകയാണ്. താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. പക്ഷേ അവൾക്കിപ്പോ നല്ല സമാധാനമുണ്ട്.
ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. ഡോൾ 3 എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഡോൾ 1ഉം 2ഉം കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.